ശ്രീ പി സി വിഷ്ണുനാഥ്. സർ, കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടം പൂർത്തിയാകുമ്പോഴേക്കും അവിടെ 42 ബെഡ് എന്നുള്ളത് 153 ഉയരാൻ പോവുകയാണ്. അങ്ങ് വന്ന ആശുപത്രി സന്ദർശിച്ചതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സ്റ്റാഫ് സ്ട്രെങ്ത് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഫലപ്രദമായി ആശുപത്രി പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. MLA ഫണ്ടിൽ നിന്നും പ്ലാൻ ഫണ്ടിൽ നിന്നും ഡയാലിസിസ് യൂണിറ്റുകൾ അനുവദിച്ചിട്ടുണ്ട്. അത് പ്രവർത്തിപ്പിക്കണമെങ്കിലും സർക്കാരിൻ്റെ വകുപ്പിൻ്റെ സഹായം ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൈനക്കോളജിയിലും പീഡിയാട്രീഷ്യൻ, ഫിസിഷ്യൻ, അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. പക്ഷേ ENT, സർജറി, ഓർത്തോ, കണ്ണുരോഗ വിദഗ്ധൻ ഇതൊന്നും സ്പെഷ്യലിസ്റ്റുകളില്ലാതെ അനുവദിക്കണം സാർ. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ് നെടുമ്പൻ ആശുപത്രി. അവിടെ സാർ ഇപ്പോൾ നിലവിലുള്ള ആളുകളെ തന്നെ വർക്കിംഗ് അറേഞ്ച്മെന്റിലേക്ക് മറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് കാരണം അവിടെ ഇപ്പോൾ ആ ആശുപത്രി വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ഇപ്പോൾ നെടുമ്പന ആശുപത്രിയിൽ മതിയായ സ്റ്റാഫിനെ, പാരാമെഡിക്കൽ സ്റ്റാഫിനെയും ഡോക്ടർമാരെയും നിയമിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം. അവിടെ MLA ഫണ്ടിൽ നിന്നും ഒരു ആംബുലൻസ് അനുവദിച്ചിരുന്നു. ഈ പരിപാലന ചെലവൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില സാങ്കേതിക തടസ്സമുണ്ട്. അത് പരിഹരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകണം സാർ. അവിടെ ഈ 2 ആശുപത്രികളും നല്ല നിലയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റാഫ് സ്ട്രെങ്ത് ഉണ്ടാകുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സാർ, അതിമനോഹരമായ മികച്ച ഒരു കെട്ടിടമാണ് കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ പൂർത്തീകരിക്കുന്നത്. ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച വിഷയങ്ങൾ സംബന്ധിച്ച മറുപടി കുണ്ടറ താലൂക്ക് ആശുപത്രി ഉൾപ്പെടെയുള്ളവയിൽ ആ മറുപടി ടേബിൾ ചെയ്യുന്നു സാർ.